ലോകായുക്തയുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കിക്കൊണ്ട് കേരള നിയമസഭ ഒരു പ്രമേയം കുറേ കാലം മുമ്പ് പാസ്സാക്കിയിരുന്നു. പ്രമേയമല്ല, അതിന് ഒരു ബില്ല് തന്നെ അവതരിപ്പിച്ച് പാസ്സാക്കി. കെ നായനാർ മുഖ്യമന്ത്രിയും സഖാബ് ചന്ദ്രശേഖരൻ നായർ നിയമമന്ത്രിയുമായിരിക്കുന്ന കാലത്താണ് ഈ വ്യവസ്ഥ ഉണ്ടാക്കിയത്. ലോകായുക്തയ്ക്ക് അപരിമിതമായ അധികാരം നൽകി. അഴിമതിക്കാരാണ് അല്ലെങ്കിൽ സ്വജനപക്ഷപാതം നടത്തി എന്ന് തെളിയിക്കപ്പെട്ട ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ മറ്റൊരു പൊതുപ്രവർത്തകന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്ഥാനം നഷ്ടപ്പെടും. ഇതായിരുന്നു വ്യവസ്ഥ. കരട് ബില്ലിൽ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടാകുകയാണെങ്കിൽ സർക്കാർ നടപടി എടുക്കണം എന്ന രീതിയിലായിരുന്നു സഖാവ് ചന്ദ്രശേഖരൻ നായർ പൈലറ്റ് ചെയ്ത ആ നിയമത്തിൽ പറഞ്ഞിരുന്നത്, ബില്ലിൽ പറഞ്ഞിരുന്നത്. പക്ഷേ നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഭേദഗതി അല്ലെങ്കിൽ അവർ ഉന്നയിച്ച ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ശക്തമായ വ്യവസ്ഥയോടുകൂടിയിട്ട് ഈ നിയമം പാസ്സാക്കുകയാണ് ഉണ്ടായത്. അത് കെ ടി ജലീലിൻ്റെ കേസിലെ വിധി വന്നതിന് ശേഷം, ജലീൽ സാഹിബ് രാജിവെച്ച് പോകേണ്ടി വന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് ഇതിനേക്കാൾ ഗുരുതരമായ പല ആരോപണങ്ങളും ലോകായുക്തയുടെ പരിഗണനയിലിരിക്കുന്നു എന്ന കാര്യം കൂടി പരിഗണിച്ച് ഇനി ലോകായുക്ത എങ്ങാനും എതിരായിട്ട് വിധിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പോകുമല്ലോ എന്ന് ഭയന്ന് വീണ്ടും ഈ ഭേദഗതി കൊണ്ടുവന്ന് ലോകായുക്തയുടെ പല്ലും നഖവും പറിക്കാനാണ് നമ്മുടെ കേരള സർക്കാർ ഉദ്യമിച്ചത്. ഗവർണർ ഇത് തടഞ്ഞു വെച്ചു, വർഷങ്ങളോളം തടഞ്ഞു വെച്ചു. പിന്നെ കേരള സർക്കാർ ഇതുമായിട്ട് സുപ്രീം കോടതിയിൽ പോയ സാഹചര്യത്തിൽ വേറെ നിവൃത്തിയില്ലാതെ അത് രാഷ്ട്രപതിക്ക് അയച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ എന്തെങ്കിലും അപാകതകളായിട്ട് അവർക്ക് തോന്നിയില്ല. കേരള സർക്കാരാണല്ലോ പാസ്സാക്കിയിട്ടുള്ളത്, ആ മന്ത്രി രാജ്യമാണല്ലോ പൈലറ്റ് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം നിയമപാരംഗതനാണല്ലോ, ഇതിലെന്താണ് പോരായ്മ എന്ന് ബഹുമാനപ്പെട്ട ആ രാഷ്ട്രപതിക്ക് തോന്നിയില്ല. രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകി. അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു. മാതൃഭൂമിയും മലയാള മനോരമയൊക്കെ ലോകായുക്തയുടെ പല്ല് പറിച്ച് നഖം പിഴുതു മാറ്റി എന്ന രീതിയിലുള്ള വാർത്ത കൊടുത്തു. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്തത്. മനോരമയ്ക്ക് മനോരമയുടെ രാഷ്ട്രീയം, മാതൃഭൂമിക്ക് മാതൃഭൂമിയുടെ രാഷ്ട്രീയം. പക്ഷേ ദേശാഭിമാനി അടക്കമുള്ള ഇടതുപക്ഷ പത്രങ്ങളൊക്കെ സർക്കാരിൻ്റെ വമ്പിച്ച വിജയം ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുത്തു. അതും അവരുടെ രാഷ്ട്രീയം, ദേശാഭിമാനിയുടെ രാഷ്ട്രീയം. അങ്ങനെ സ്വാഭാവികമായിട്ട് വാർത്ത പോകുന്നു. ഇത് ഗവർണർക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണെന്ന് നമ്മുടെ ഗോവിന്ദ മാഷ്, അദ്ദേഹം ഒരു ഭരണഘടനാ വിദഗ്ധനാണ്, പുള്ളിയും പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ലോകായുക്ത കാരണം സ്ഥാനം നഷ്ടപ്പെട്ട ആളാണല്ലോ ജനാബ് കെ ടി ജലീൽ. അദ്ദേഹത്തിന് ഈ വാർത്ത വായിച്ചപ്പോൾ വലിയ സന്തോഷവും രോമാഞ്ചവും ഉണ്ടായി. പുള്ളി ഉടനെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. അത് വായിക്കേണ്ടതാണ്. ജലീലിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര രസകരവും ചിന്തോദ്ദീപകവുമായൊരു പോസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യത്തിൽ ഞാൻ ജലീലിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് ഗോഡ്സെയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി എന്നാണ്. ഞാനിത് പഠിച്ചിട്ടുള്ള ചരിത്രം എങ്ങനെ വെച്ചാൽ, ഗാന്ധിയെ വെടിവെച്ചതിന് ശേഷം ഗോഡ്സെ ആ തോക്ക് താഴെ ഇട്ടു, പോലീസിന് പിടികൊടുത്തു എന്നാണ്. പിന്നെ ഈ പോസ്റ്റ് മുഴുവൻ വായിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഗാന്ധിജി ആരാണെന്ന് വെച്ചാൽ ജലീലാണ്. ജലീലിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് ഉപയോഗിച്ച അധികാരം, അതാണ് തോക്ക്. ഇത് പ്രതീകമാണ്, സിംബോളിസമാണ്. ജലീലാണ് ഗാന്ധി, ജസ്റ്റിസ് സിറിയക് ജോസഫാണ് ഗോഡ്സെ. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് എന്ന് പറയുന്നത് ലോകായുക്ത നിയമത്തിലെ പ്രസക്തമായ വകുപ്പാണ്. ആ വകുപ്പ് ഞങ്ങൾ റദ്ദാക്കി. അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഗാന്ധിയെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ഗോഡ്സെയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ചു. ആരാണ് ഗാന്ധി, ആരാണ് ജലീൽ? സിറിയക് ജോസഫിനെ ഗോഡ്സെയോട് ഉപയോഗിച്ച് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ സ്വയം ഗാന്ധിയോട് ഉപയോഗിക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ തൊലിക്കട്ടി എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു. അതുപോലെയുള്ള തള്ളുകൾ കൊണ്ട് നിർഭരമാണ് ഈ മഹത്തായ ഫേസ്ബുക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് മുഴുവനും സിറിയക് ജോസഫിനെ കുറിച്ചുള്ള പൂലഭ്യമാണ്. സിറിയക് ജോസഫ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ ഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാക്കി. ആ വൈസ് ചാൻസലറായ മഹദിയുടെ മകളെ ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ സാധാരണയായിട്ട് ഇദ്ദേഹം ആരോപിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിനകത്ത് ആവർത്തിക്കുന്നു. അതിൽ കൂടുതൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായ ഭാഗം, ഇതിപ്പോൾ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ തന്നെ അത് ഒന്ന് വായിച്ചു നോക്കണം. ഇതിൽ ആദ്യ അവസാനം അക്ഷരത്തെറ്റാണ്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളാണ്, അതുപോട്ടെ, ഒരു കോളേജിൽ നിരവധി കൊല്ലം അധ്യാപകനായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് മലയാളത്തിൽ ഒരു പോസ്റ്റ് മര്യാദയ്ക്ക് എഴുതാൻ പോലും അറിയില്ല.
ആദ്യമധ്യാന്തം തെറ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഉന്നത വിദ്യാഭ്യാസ രംഗം ഈ നിലയിൽ വഷളായത് എന്തുകൊണ്ടാണ്? മലയാളം എഴുതാൻ അറിയാൻ പാടാത്തവനാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്നത്. ഈ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മഹാത്മാഗാന്ധിയായിട്ട് സ്വയം അഭിനയിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മലയാളം എഴുതാൻ അറിയാൻ പാടില്ല. അദ്ദേഹത്തിന് രാഷ്ട്രപിതാവായിട്ടല്ല, വേറെ ആരെങ്കിലും പിതാവായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് സങ്കടം കൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യരുത്. അല്പത്തരത്തിന് ചില പരിധികളൊക്കെ ഉണ്ട്. അത് മനസ്സിലാകാതെ ആയതാണോ അദ്ദേഹത്തിൻ്റെ കിളി പോയതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടായാലും സംഗതി വളരെ ജോറായിട്ടുണ്ട്. ഇതുപോലുള്ള ആളുകളെയൊക്കെ വെച്ചിട്ട് വിപ്ലവം നടത്താമെന്നാണ് പിണറായി സഖാവ് വിചാരിച്ചിട്ടുള്ളത്. ലോകായുക്ത നിയമത്തിൽ ഭേദഗതി വരുത്തി തന്നെ തല്ലുകൊള്ളിത്തരമാണ്, മര്യാദകേടാണ്. അത് മരിച്ചുപോയ ഇ കെ നായനാരെയും സഖാവ് ചന്ദ്രശേഖരൻ നായരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഇടതുപക്ഷം എപ്പോഴും പറയുന്ന സദാചാരത്തിന് നിരക്കുന്നതല്ല, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ഒട്ടും നിരക്കുന്നതല്ല. അതിലുപരി ഈ കെ ടി ജലീലിനെ പോലെയുള്ള അല്പന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ലജ്ജാകരമാണ്, അപലപനീയമാണ്. പിന്നെ ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് തൊലിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഇതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു ഭൂഷണമായിട്ടാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് സഖാവ് രാജീവിനും സഖാവ് പിണറായിക്കും സഖാവ് ഗോവിന്ദൻ മാഷിനുമൊക്കെ നെഞ്ചു പിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് അങ്ങനെ നടക്കാം. കാരണം എന്താ? ആസനത്തിൽ ആല് പൊളച്ചാൽ അത് തണലാണ് എന്ന് കരുതുന്നവരാണ് നിർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പറയാൻ അറിയാൻ പാടാത്തതുകൊണ്ടല്ല, ഈ കേൾക്കുന്ന ആളുകളുടെ സഭ്യത ഓർത്തിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.